ബനി ഹിലാൽ ഗോത്രത്തിലെ ഒരു പെണ്ണ് തങ്ങൾക്കൊരു ഉടുമ്പിനെ പൊരിച്ചു കൊണ്ടുപോയി കൊടുത്തു. ഉടുമ്പില്ലേ, തങ്ങൾ ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു ഭക്ഷണത്തെയും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ, ഒരു ഭക്ഷണത്തെയും. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തങ്ങളത് തിന്നും, തങ്ങൾ ഇഷ്ടപ്പെട്ടില്ലേ തങ്ങളത് തിന്നൂല. ഉടുമ്പ് കൊണ്ടുവന്നു തങ്ങളുടെ തീൻമേശയിൽ. ബനി ഹിലാൽ ഗോത്രത്തിലെ ഒരു പെണ്ണ് തങ്ങൾക്കൊരു ഉടുമ്പിനെ പൊരിച്ചു കൊണ്ടുപോയി കൊടുത്തു. ഉടുമ്പില്ലേ, തങ്ങളത് കഴിക്കുന്നില്ല. അപ്പൊ ഖുറൈശികൾ അത് കഴിക്കാറില്ലായിരുന്നു. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഇതെന്റെ നാട്ടിൽ ഞാൻ കഴിക്കാത്തതാണ്, അതുകൊണ്ട് എനിക്കത് വേണ്ടാന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു സഹാബി, നബി അത് ഹറാമാണോന്ന്, ഉടുമ്പ് ഹറാമാണോന്ന് ചോദിച്ചു. പൊന്നാര ചങ്ങാതിമാരെ, ഇത് പോലീസ് പിടിക്കൂല്ലേ എനിക്കറിയില്ല, ഞാൻ മസല പറഞ്ഞിരുന്നത്. അത് തങ്ങൾ പറഞ്ഞു അത് ഹറാമല്ല, ഹറാമല്ല. കേസും കൂട്ടം പോലീസ് സ്റ്റേഷനുകൾ നോക്കേണ്ടി വരും. ഞാൻ മസല പറയണത് ഹറാമാണോ ഹറാമല്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആ ഉടുമ്പിനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഒറ്റക്ക് മുഴുവൻ കഴിച്ചു എന്നാ. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല, തങ്ങൾ കഴിച്ചില്ല. തങ്ങൾ ഇതെന്താ അങ്ങനെയൊന്നും തങ്ങൾ പറയൂല. ഇഷ്ടപ്പെട്ടില്ലേ തങ്ങൾ കഴിക്കൂല. അപ്പൊ അവർ ചോദിച്ചു ഹറാമാണോ, തങ്ങൾ പറഞ്ഞു ഹറാമല്ല, പക്ഷെ എനിക്ക് എന്റെ നാട്ടുകാർ ഖുറൈശികൾ അത് കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യോദ്ധാവാണ്, സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ വാളെന്നറിയപ്പെടുന്ന മഹാൻ, അതെടുത്ത് കഴിച്ചു എന്നാണ്. ഒരു ഭക്ഷണവും നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അഭിപ്രായം പറയാം, കുറ്റം പറയാം, എന്ത് ഭക്ഷണം അങ്ങനെ പറയരുത്. അടുത്ത പ്രാവശ്യം ഉപ്പൊക്കെ ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും കേട്ടോ എന്ന് പറയാം. എരിവിച്ചിരി കൂടുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വയറിനൊക്കെ നല്ലതല്ലേ, ഇച്ചിരി നോക്കണേ, ബാക്കിയൊക്കെ റെഡിയാണ്, ഉഷാറാണ് എന്ന് പറയാം, അഭിപ്രായം പറയാം. പക്ഷെ കുറ്റം പറയരുത്. അത് കാരണം അത് ഉണ്ടാക്കി വെക്കുന്ന മനുഷ്യനുണ്ടാക്കുന്ന വേദന, അത് ആണായാലും പെണ്ണായാലും ഭയങ്കര വേദനയായിരുന്നു.